യൂസർ ലോഗിൻ അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേഷൻ. നമുക്കറിയാം ഏതൊരു പ്ലാറ്റ്ഫോമിൽ കയറിയാലും അതിൽ ആദ്യം ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. കാരണം ഈ ലോഗിൻ ചെയ്താലേ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ഫീച്ചേഴ്സും ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു ലോഗിൻ സെറ്റപ്പ് എങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ സെറ്റപ്പ് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് വെൽക്കം ടു എപ്പിസോഡ് 3 ഓഫ് ബിൽഡിംഗ് എ പ്ലാറ്റ്ഫോം. ഇവിടെ ഞാൻ രണ്ട് ടൈപ്പ് ഓഫ് ലോഗിൻ മെത്തേഡ് ആണ് ചൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇമെയിലും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുന്ന മെത്തേഡ്, രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഗൂഗിൾ വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്ന മെത്തേഡും. ഈ രണ്ട് മെത്തേഡ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അതെന്റെ പ്ലാറ്റ്ഫോമിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡാറ്റാസ് സെക്യൂർ ആണോ അല്ലേ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇമെയിലും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ യൂസറിന്റെ നെയിം കളക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഗൂഗിൾ ലോഗിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നെയിമും ഇമെയിൽ അഡ്രസ്സും കൂടാണ്ട് പ്രൊഫൈൽ പിക്ചറും കൂടി കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസറിന്റെ ഡാറ്റാസ് എല്ലാം സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പല മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. അതിൽ പ്ലാൻ എ എന്ന രീതിക്ക് ഞാൻ ആദ്യം സെറ്റപ്പ് ചെയ്യുന്നത് യൂസറിന്റെ ആക്സസ് റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനാണ് ഇപ്പോൾ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ എനിക്ക് എന്റെ ഡാറ്റ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ള യൂസേഴ്സിന്റെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റെസ്ട്രിക്ട് ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ പ്ലാൻ ബി എന്ന രീതിക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻക്രിപ്ഷൻ ആണ്. എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ യൂസറിന്റെ ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റാബേസിലായിരിക്കും. അപ്പോൾ ഈ ഡാറ്റാസ് എല്ലാം ഡയറക്ട്ലി ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നതിന്റെ പകരം ഇത് ആദ്യം എൻക്രിപ്റ്റ് ചെയ്യും, എന്നിട്ടായിരിക്കും ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂസറിന്റെ നെയിം ആണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു നെയിമിനെ ആദ്യം എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഇതേ രീതിയിലുള്ള ഒരു വാല്യൂ ആക്കി മാറ്റും. എന്ന് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. എന്നിട്ട് ആ ഒരു വാല്യൂ ആയിരിക്കും ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലാൻ സി എന്ന രീതിക്ക് ഈ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ് ഓരോ തവണയും ചേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലാൻ ഡി എന്ന രീതിക്ക് ഞാനിവിടെ ബ്ലോക്കിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ എന്റെ പ്ലാറ്റ്ഫോമിൽ അല്ലാണ്ട് വേറെ ഒരു സ്ഥലത്തു നിന്നും യൂസർക്ക് ലോഗിൻ ചെയ്യാനോ ആ ഒരു യൂസറിന്റെ അക്കൗണ്ട് ആക്സസ് ചെയ്യാനോ പറ്റില്ല. കൂടാതെ പ്ലാൻ ഇ എന്ന രീതിക്ക് ഞാനിവിടെ ഇമെയിൽ വെരിഫിക്കേഷൻ കൂടി സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിവിടെ ഓൾറെഡി ഇമെയിൽ പാസ്വേഡ് വെച്ചുള്ള ലോഗിൻ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ അടിച്ചൊരു യൂസർ ലോഗിൻ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇമെയിൽ വെരിഫിക്കേഷൻ കൂടി ആഡ് ആക്കിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള പ്ലാനുകൾ അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനത് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. എന്തായാലും നമ്മളെ ലോഗിൻ ആക്ടിവിറ്റി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ ഇമെയിലും പാസ്വേഡും വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സൈനപ്പ് സൈനിന് വരുന്നുണ്ട്. സൈനപ്പ് ആണെന്നുണ്ടെങ്കിൽ നെയിം ഇമെയിൽ പാസ്വേഡ് അടിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൈൻ ഇൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമെയിൽ അതിന്റെ പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. കൂടാതെ ഗൂഗിൾ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്കിൽ തന്നെ നമ്മൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക, നമുക്ക് സിമ്പിളായിട്ട് ലോഗിൻ ചെയ്യാനും പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം അടുത്ത വീഡിയോയിലൂടെ പറയാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റിനായിട്ട് ജസ്റ്റ് ഡു ഫോളോ മീ.